പിണറായി വിജയൻ സർക്കാരിന്റെ 10ാം വാർഷികവും അതുപോലെ രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികവും ആഘോഷിക്കുന്നതിന് വേണ്ടി കോട്ടയത്ത് എന്റെ കേരളം പ്രദർശന വിപണന വേള വളരെ സജീവമായാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. നിരവധി പദ്ധതികളും അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ പല ഡിപ്പാർട്ട്മെന്റുകളും വളരെ ആവേശത്തോടെ നിരവധി സ്റ്റാളുകളും അതുപോലെ തന്നെ പല പ്രോഗ്രാമുകളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ആ ഒരു വിശേഷങ്ങൾ കാണുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു പ്രദർശന മേള തന്നെ ഒന്ന് വീക്ഷിക്കാം. നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമാണ് ലഹരി എന്നുള്ളത്. ലഹരി കാരണം പല അക്രമങ്ങളും വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ലഹരിക്കൊരു തടയിടുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ബോധവൽക്കരണം എന്നുള്ളത് പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ശരിക്കും ഇപ്പോൾ വർഷങ്ങളായി, ഇപ്പോൾ ഒരു 3-5 വർഷമായിട്ട് വിമുക്തി മിഷൻ എന്ന പേരിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ലഹരിക്കെതിരെ പ്രവർത്തിച്ചു വരികയാണ്. പക്ഷേ ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയത് വീണ്ടും അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെന്റ് മുൻകൈ എടുത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരെയും ക്രോഡീകരിച്ചുകൊണ്ട് ലഹരിക്കെതിരെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെയൊരു സ്റ്റോളിൽ ഇതുപോലുള്ള ഗെയിംസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ പാംലെറ്റുകൾ, ഇതുപോലുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷൻസ് ഇവയൊക്കെ ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ഇതിലൂടെ ഒരു മെസ്സേജ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഈ ഗെയിം എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ, ലഹരി എന്ന് പറയുന്നത് ഇതുപോലെ ലഹരി വസ്തുക്കളിലൂടെ മാത്രം ലഭിക്കുന്ന ഒന്നല്ല. ഗെയിംസിലൂടെയും അല്ലെങ്കിൽ വായനയിലൂടെയും മറ്റ് ഹോബികളിലൂടെയും ഒക്കെ നമുക്ക് ലഹരിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ വരുന്ന യൂത്തന്മാരാണെങ്കിലും ഇതുപോലൊരു ഗെയിം കണ്ടുകൊണ്ട് മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലുള്ള പാംലെറ്റ് അവർക്ക് കൊടുക്കുന്നു, ഇതുപോലുള്ള ബോർഡുകളൊക്കെ ഒന്ന് റീഡ് ചെയ്യാൻ അവരോട് പറയുന്നു. ആ ഒരു സമയത്ത് ഒന്ന് നോക്കി ഒരു നോട്ടത്തിലൂടെ ആണെങ്കിലും ഇതുപോലുള്ള മെസ്സേജൊക്കെ ഒന്ന് വായിക്കുമ്പോൾ അവർക്ക് അതൊന്ന് സ്ട്രൈക്ക് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു സെന്റൻസ് മതി, അല്ലെങ്കിൽ ഒരു നിമിഷം മതി നമ്മുടെ ജീവിതം ഒന്ന് മാറ്റിമറിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് പറഞ്ഞാൽ ലഹരി എന്ന് പറയുന്നത് MDMA, മയക്കുമരുന്ന് പോലെയുള്ള മോശം ലഹരികളെ മാത്രമാണ്. യഥാർത്ഥത്തിൽ അതിനെ നല്ല ലഹരിയിലേക്ക് മാറ്റാൻ, അതായത് നല്ല ലഹരി നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചാൽ ഇതിനെയൊക്കെ മാറ്റി നിർത്താൻ ഒരു പരിധിവരെ പറ്റും എന്നുള്ളതാണ് ഒരു മെസ്സേജ്. തീർച്ചയായും ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും മുൻകൈ എടുത്ത് പല സ്ഥലങ്ങളിലും കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അവരുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കാനുള്ള സാധ്യതകൾ അവർക്ക് കിട്ടുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് കൂടുതലും കുട്ടികൾ ഇങ്ങനെയുള്ള ലഹരിയിലേക്ക് പോകുന്നത്. നമുക്കറിയാം, മൊബൈൽ ഫോണുകളൊക്കെ ചെറുപ്പത്തിലേ ഇപ്പോൾ കുട്ടികളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ യഥേഷ്ടമായ ഉപയോഗം അവരെ മറ്റു പല രീതിയിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കളിക്കളങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്പോർട്സിൽ പങ്കെടുക്കുക, അപ്പോൾ അതിനെയൊക്കെ കൂടുതൽ താല്പര്യമുള്ളവരാക്കുക എന്നത് ഞങ്ങൾ പേരൻസിനോട് ഇപ്പോൾ ഞങ്ങൾ ഓരോ ബോധവൽക്കരണ ക്ലാസ്സിലൂടെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഭിന്നശേഷിക്കാരുടെ കലാമേളയാണ് ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:30 വരെ നമുക്ക് അലോട്ട് ചെയ്ത സമയത്ത് നടത്തുന്നത്. നമ്മുടെ ഈ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരമുള്ള സ്ഥാപനമാണ് ഈ പാലാ മരിയ സദനം. അവിടുത്തെ കൊച്ചു കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഈ ഗാനമേള ട്രൂപ്പ് അവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞ 3-4 വർഷമായി ട്രൂപ്പ് അവിടെ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി അവരോട് നമ്മൾ ആവശ്യപ്പെടുകയും അതനുസരിച്ച് അവരുടെ പൂർണ്ണ സമ്മതം ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 മണിവരെയാണ് നമുക്ക് അലോട്ട് ചെയ്ത ടൈമിൽ അവർക്ക് ഏകദേശം ഒരു 1.25 മണിക്കൂർ സമയമുണ്ട്. അതിനുശേഷം ഭിന്നശേഷിക്കാരുടെ തന്നെ ഒരു ഫാഷൻ പരേഡ് ഉണ്ടായിരിക്കും. ലബോണിറ്റ എന്നുള്ള പേരിട്ടാണ് അതിൻ്റെ ഫാഷൻ പരേഡ് പ്രോഗ്രാം. എത്രത്തോളം കുട്ടികൾ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്? ഏകദേശം ഗാനമേളയിൽ എല്ലാവരും ഒരു 15ഓളം പേരുണ്ട്. മറ്റേ ഈ ഫാഷൻ പരേഡിൽ തന്നെ ഏകദേശം ഒരു 10-25ഓളം പേര് പങ്കെടുക്കുന്നു. അപ്പോൾ രണ്ടും കൂടി ഏകദേശം 40ഓളം
ഭിന്നശേഷി കലാകാരന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഭാവിയിൽ അവരുടെ ഉപജീവന മാർഗത്തിനായിട്ട് ഇത് ഉപകരിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിപ്പോൾ നടത്താനായിട്ടും നമ്മൾ അവസരം നൽകിയിട്ടുള്ളതും നടന്നു പോകുന്നു. എന്തായാലും ഗംഭീരമാകട്ടെ. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയുണ്ട്. നല്ല രീതിയിൽ അവരുടെ വൈകല്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വൈകല്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ ഗാനമേള അവതരിപ്പിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കൃഷി വകുപ്പിനെ പറ്റി പറയുന്നതിന് വേണ്ടി നമ്മൾ ഈരാറ്റുപേട്ട ഓഫീസർ കൂടിയായിട്ടുള്ള രമ്യ മാം നമ്മളോട് ചേരുന്നുണ്ട്. അപ്പൊ മാമിനോട് തന്നെ ചോദിക്കാം ഈ ഒരു സ്റ്റോളിനെ പറ്റിയും അതുപോലെ തന്നെ വരും പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെയുള്ളത്. മാം പറയും. കൃഷി വകുപ്പിന്റെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീം സ്റ്റോളിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഈ തീം സ്റ്റോളിൽ പലവിധ കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം വരുന്നത് പ്ലാൻ ഹെൽത്ത് ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട്. ഈ പ്ലാൻ ഹെൽത്ത് ക്ലിനിക്ക് ഉദ്ദേശിക്കുന്നത് കൃഷി ഭവനുകളെ ഒരു ക്ലിനിക്കായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ പോലെ കരുതുക ആണെങ്കിൽ എങ്ങനെയിരിക്കും, ആ രീതിയിലാണ് പ്ലാൻ ഹെൽത്ത് ക്ലിനിക്കുകൾ വിഭാവനം ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ ഒരു കീടം ബാധിച്ച അല്ലെങ്കിൽ രോഗം ബാധിച്ച ഒരു സ്പെസിമെൻ അല്ലെങ്കിൽ ഒരു സിംറ്റവുമായിട്ട് കൃഷിഭവനുകളിൽ വരുമ്പോൾ അവിടുത്തെ കൃഷി ഓഫീസറും അവിടെയുള്ള ബാക്കി കൃഷി അസിസ്റ്റന്റുമാരും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആ കർഷകന്റെ കൃത്യമായിട്ട് അത് കൊണ്ടുവന്നിരിക്കുന്ന സിംറ്റം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അതിന്റെ റെക്കമെൻഡേഷൻ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ ഹെൽത്ത് ക്ലിനിക്കിൽ ഉദ്ദേശിക്കുന്നത്. അതിൽ വിവിധ തരത്തിലുള്ള സിംറ്റംസ് നമ്മൾ ഫീൽഡിൽ നിന്നും ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന സിംറ്റംസ് ഒക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റെക്കമെൻഡേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് മരുന്നുകൾ പല രീതികളിലുള്ള മരുന്നുകൾ നമ്മളവിടെ ഒരു ഡിസ്പ്ലേക്ക് എന്നതുപോലെ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ക്യാപ്കോ എന്ന് പറയുന്ന കർഷകരുടെ സ്വന്തം കമ്പനിയായി കൃഷി വകുപ്പ് വിഭാവനം ചെയ്യുന്ന പുതിയ പദ്ധതി അല്ലെങ്കിൽ പുതിയ ഒരു വലിയ രീതിയിൽ ഒരു ബ്രോഡർ ആസ്പെക്റ്റിൽ പറഞ്ഞാൽ വലിയൊരു ആശയമാണ് കൃഷി വകുപ്പിന്റെ. അതായത് ഇതൊരു എക്സ്പോ ആൻഡ് ഒരു അഗ്രി പാർക്ക് പോലെ തിരുവനന്തപുരത്ത് ഒരുങ്ങുന്ന ഒരു പുതിയ പ്രസ്ഥാനമാണ്. മറ്റൊന്നുമല്ല, കൃഷി വകുപ്പിനെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഒരു മാർക്കറ്റിംഗ് ശൃംഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗിന്റെ ഒരു സാധ്യതകളിലേക്ക് കൂടി ഊന്നിക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. അത് തിരുവനന്തപുരത്ത് ഒരു എക്സിബിഷൻ സെന്റർ ആയിട്ടാണ് അത് വരുന്നത്. ആഗോളതലത്തിൽ ഫുഡ് കോർട്ട് ഉൾപ്പെടെയുള്ള വരുന്ന ഒരു സംരംഭമാണ്. അവിടേക്ക് വരുമ്പോഴേക്ക് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട കൃഷി വകുപ്പിൽ കുറച്ചുകൂടി തൊഴിലവസരങ്ങളെല്ലാം സജ്ജീകരിക്കാനാവും. അതേപോലെ തന്നെ കൃഷി വകുപ്പിനെ നമുക്കറിയാവുന്ന പോലെ കർഷകർക്ക് വാണിജ്യാടിസ്ഥാനത്തിലും അല്ലാതെയും കൃഷി ചെയ്യുന്ന കർഷകർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അത് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു വരുമാന വർധനവും മൂല്യവർധനവിലൂടെ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ പദ്ധതി അല്ലെങ്കിൽ പുതിയൊരു സംരംഭമാണ് കാപ്കോ. സാങ്കേതിക വിദ്യകൾ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഒരു ചെറിയ ഏരിയയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ വരുന്ന പ്രവർത്തനങ്ങളും ഇനി എന്തൊക്കെയാണെങ്കിൽ ചെയ്യാനുള്ള പദ്ധതികളെന്നൊക്കെ നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള ആദർശയോട് നമുക്ക് പറഞ്ഞു തന്നായിരിക്കും. എന്തൊക്കെയാണ് ഇത്? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ നോഡൽ ഏജൻസിയാണ് സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ ഈ എക്സ്പോയിൽ നമ്മൾ പലതരത്തിലുള്ള സ്റ്റാർട്ടപ്സുകളുടെ പ്രൊഡക്റ്റുകളാണ് ഷോക്കേസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഐറിസ് എന്ന് പറഞ്ഞ റോബോട്ട് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ ലാറ്റിനോ എന്ന് പറഞ്ഞിട്ട് ഈ റബ്ബർ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബയോ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രിക്സുകൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ, പിന്നെ നമുക്ക് അഗ്രികൾച്ചർ റിലേറ്റഡ് ഡ്രോൺസുകൾ. സോ ഇതൊക്കെയാണ് കൂടുതലും ആൾക്കാർക്ക് ഈ സാങ്കേതിക വിദ്യയിലുള്ളൊരു അറിവ് പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് ഇപ്പോൾ ന്യൂ ടെക്നോളജി എന്തൊക്കെയാണ് പുതിയതായിട്ട് ഉൽപ്പന്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക, പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിന് ഒരു അവയർനെസ് കൊടുക്കുക. പുതിയ വരുന്ന ജനറേഷന് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി പരമായിട്ടുള്ള രീതിയിൽ അവർക്ക് കുറച്ചുകൂടെ അടുത്ത് ഇടപെടാനുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നമ്മൾ ഈ സ്റ്റാളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മള് ഈ ഒരു കാലഘട്ടത്തിൽ തൊഴിൽക്ഷാമം ഭയങ്കര രൂക്ഷമായ സാഹചര്യത്തിൽ സ്റ്റാർട്ടപ്പുകൾ വളരെയധികം പ്രധാനപ്പെട്ടാണ്. ബിസിനസ് ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും ഇനി ഒരു യുവാക്കൾക്ക് ഇതിൽ നിന്ന് ഒരു പ്രചോദനം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളും കേരള ഗവൺമെന്റ് ആണെങ്കിലും എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം എംപ്ലോയ്മെന്റ് ജനറേഷൻ ആണ്. കാരണം തൊഴിൽ തേടി നടക്കാതെ തൊഴിൽ ദാതാക്കളായി മാറുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കൂടുതൽ നമ്മൾ ഫോക്കസ് ഉണ്ട്. അപ്പം ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മളൊരു കണക്കെടുക്കുവാണെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് വരുന്നതോടെ അതിൽ നിന്ന് ഏകദേശം 11ഓളം ആവറേജ്
ആവറേജ് നിരക്ക് പ്രകാരം 11ഓളം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പം അതുവഴിയാണെങ്കിൽ കൂടുതൽ നമുക്ക് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ എന്നുള്ള പ്രോബ്ലത്തിന് കുറച്ചുകൂടെ പരിഹാരം കാണാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ നൂതന ആശയങ്ങൾ വരുമ്പോഴത്തേക്കിന് ചിലപ്പം സൊസൈറ്റി പ്രോബ്ലംസിനൊക്കെ നല്ല സൊല്യൂഷൻസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റാർട്ടപ്പ് ജെൻ റോബോട്ടിക്സ് പോലുള്ള സ്റ്റാർട്ടപ്പുകളൊക്കെ ആയിരുന്നെങ്കിൽ അവര് എന്താണ് നമ്മൾ സൊസൈറ്റി റിലേറ്റഡ് പ്രോബ്ലംസിനാണ് അവർ സൊല്യൂഷൻ കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തിന് നൂതന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രൊഡക്റ്റുകൾ വരുമ്പം അത് നമ്മുടെ സാധാരണക്കാർക്ക് കുറച്ചുകൂടെ അവരുടെ ജീവിതം കുറച്ചുകൂടെ ഈസി ആയിട്ട് വരികയും അത് എന്താണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാങ്കേതിക വിദ്യയിൽ എന്താണ് അറിവ് നേടാനെല്ലാം നമുക്ക് ഇതിനകത്തൂടെ പറ്റുന്നുണ്ട്. അപ്പം തൊഴിൽ സൃഷ്ടിക്കുക എന്ന് പറയുന്നതും നമ്മുടെ മെയിൻ ഒരു ഇമ്പോർട്ടന്റ് എന്താണെങ്കിലും എല്ലാം ഗംഭീരമായിട്ട് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ്. അപ്പം വെള്ളത്തെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഉള്ള ജലസ്രോതസ്സുകളെ എങ്ങനെയൊക്കെ നമുക്ക് ക്രമീകരിക്കാം എന്നുള്ളതൊക്കെ മാമിനോട് തന്നെ ചോദിച്ചറിയാം. യഥാർത്ഥത്തിൽ നമ്മൾക്കിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജലക്ഷാമം അല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തിന്റെ സ്രോതസ്സുകളെ മലിനമാക്കുന്നത്, നമ്മുടെ ജലത്തെ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു തെറ്റിദ്ധാരണ, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു സ്റ്റോർ കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ ജലത്തെ പറ്റി കൂടുതലായിട്ട് അറിയിക്കുന്നത് ജനങ്ങളിലേക്ക്? ഞങ്ങള് ജലനിധിയാണ്. അതായത് ജലനിധി എന്ന് പറയുന്ന പ്രോജക്ട് നടത്തുന്നത് KRWC കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസിയാണ്. അപ്പോൾ ഞങ്ങൾ നടത്തുന്ന പ്രോജക്റ്റില് ശരിക്കും ഗ്രാമീണ ശുദ്ധജല കുടിവെള്ള പദ്ധതിയാണ്. അതായത് നമ്മൾ ചെറുകിട കുടിവെള്ള പദ്ധതികൾ, അതായത് ചെറിയ ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാ പഞ്ചായത്തുകളിലും, കൂടുതൽ നമ്മൾ പഞ്ചായത്തുകളിലെല്ലാം ചെയ്യുന്ന പഞ്ചായത്തുകളിൽ എല്ലാ വീട്ടുകാർക്കും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള രീതിയിൽ ചെറിയ പ്രോജക്റ്റുകൾ നടത്തുന്നു. അതിനകത്ത് ഉൾക്കൊള്ളുന്ന കുറേ ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ഒരു സമിതി രൂപീകരിക്കുന്നു. ആ സമിതിയിൽ നിന്നും അതിനകത്തുള്ള വെള്ളക്കരവും അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം ആ സമിതിക്കാർ തന്നെ നടത്തത്തക്ക രീതിയിൽ നമ്മൾ കുടിവെള്ള പദ്ധതി പ്ലാൻ ചെയ്യുന്നു. ഇതിന് ഗവൺമെൻറ്റിന് വലിയ ബാധ്യതകൾ, അതായത് കുടിവെള്ള പദ്ധതിയുടെ ഓണർഷിപ്പ് പഞ്ചായത്തുകളിലായി. പഞ്ചായത്തിന് വലിയ ബാധ്യത ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ കുടിവെള്ള പദ്ധതികൾ നടത്തിക്കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ സ്കൂളുകളിൽ ജലശ്രീ ക്ലബ്ബുകൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജലശ്രീ ക്ലബ്ബുകളിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അവയർനെസ് കൊടുക്കുക, അതായത് ജലം എങ്ങനെ ദുരുപയോഗം ചെയ്യാതിരിക്കുക, അതിൻ്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അവബോധം കൊടുക്കാനായിട്ട് സ്കൂളുകളിൽ ജലശ്രീ ക്ലബ്ബുകൾ നടത്തുന്നുണ്ട്. കൂടാതെ നമ്മൾ ജലസംരക്ഷണ പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത് മഴവെള്ള സംഭരണിയാണ്. മഴവെള്ള സംഭരണിയിൽ പുരപ്പുറത്ത് വീഴുന്ന വെള്ളം സംഭരിച്ച് വീട്ടുകാർ ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മൾ മഴവെള്ള സംഭരണം ചെയ്തു. എല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കട്ടെ. ആശംസകൾ. നമ്മൾ മലയാളികളാണെങ്കിലും ഇപ്പോഴും നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ് നമ്മുടെ മലയാളം എന്നുള്ളത്. കാരണം ഇപ്പോഴും മലയാളം സ്കൂളുകളിൽ വരെ ഒരു പാഠഭാഷ അല്ലെങ്കിൽ ഒരു അധ്യാപനം മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിലല്ലേ മലയാളികൾ തന്നെ ഈ മലയാളത്തെ മറക്കുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഒരു മലയാളം അക്ഷര മ്യൂസിയം എന്നതിന്റെ ഒരു മലയാളം അക്ഷര മ്യൂസിയം അല്ല, അക്ഷരം മ്യൂസിയം ആണ്. ലോകത്തിലെ മുഴുവൻ ഭാഷയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മ്യൂസിയമാണ്. നമ്മുടെ ലോക ഭാഷ എങ്ങനെ ഉണ്ടായി എന്നുള്ളതും മനുഷ്യൻ എങ്ങനെ ജനിച്ചത് മുതൽ അല്ലെങ്കിൽ അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള അത് മുതലുള്ളൊരു അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന വരെയുള്ള ഒരു യാത്രയാണ് സത്യത്തിൽ ഈ മ്യൂസിയത്തിലുള്ളത്. അപ്പൊ അതൊരു മലയാള ഭാഷയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ലോകത്തിലെ മുഴുവൻ ഭാഷകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വലിയ മ്യൂസിയമാണ് അക്ഷര മ്യൂസിയം. ഇതിന്റെ 4000-ഓളം ഭാഷകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതിൽ പിന്നെ കേരളത്തിലായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മലയാള ഭാഷയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു അക്ഷരത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു ടൈം ട്രാവൽ കൊടുക്കുന്ന ഒരു മ്യൂസിയമാണ് സത്യം പറഞ്ഞ അക്ഷര മ്യൂസിയം. ഇത് കോട്ടയം ജില്ലയിൽ തന്നെ കോട്ടയം ടൗണിനടുത്ത് തന്നെയുള്ള മറിയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിപ്പോ നിലനിൽക്കുന്നത്. ഗവൺമെന്റ് കോളേജിനേക്കാൾ തൊട്ടടുത്തുള്ള സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നത്. കേരളത്തിൽ വേറെ എവിടെയൊക്കെയാണ് ഇങ്ങനെ ഒരു മ്യൂസിയങ്ങളുള്ളത്? കേരളത്തിലല്ല, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ് അക്ഷര മ്യൂസിയം. ആർക്കും തന്നെ അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ആളുകൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു ലിറ്ററസി എന്നൊക്കെ കേൾക്കുമ്പോൾ വേറെ ആദ്യം പറഞ്ഞല്ലോ മലയാള ഭാഷ മരിച്ചുകൊണ്ടിരിക്കുന്ന എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ആളുകൾക്ക് പെട്ടെന്ന് ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചരിത്ര മ്യൂസിയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലോടുള്ള ഒരു പൊതുവേ ഉള്ള ഒരു താല്പര്യക്കുറവ് ചിലപ്പോൾ ആവാം. പക്ഷേ ഞങ്ങള് ഇവിടേക്കുള്ള ആളുകളുടെ വരവിന്റെ എണ്ണം നോക്കുമ്പോൾ അത് പാടെ മാറ്റി നിർത്താൻ വേണ്ടി വരും. ഇപ്പോഴത്തെ തലമുറയിൽ ഒരുപാട് യുവാക്കൾ അടക്കമുള്ളവർ ഈ ഒരു ഭാഷകളെ സ്നേഹിക്കാൻ ലിറ്ററേച്ചർ ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഭാഷ മരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയെങ്കിലും മ്യൂസിയത്തിൽ വരുന്ന ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒരുപാട് ആളുകൾ മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും കോളേജുകളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്,
തൊട്ടടുത്തുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. വഴിയെ പോകുന്ന ഒരുപാട് ആളുകൾ കയറി വരുന്നുണ്ട്. അപ്പൊ കണ്ട ആളുകളൊക്കെ വീണ്ടും വീണ്ടും തന്നെ മറ്റാളുകളുടെ അടുത്ത് പറഞ്ഞ് മ്യൂസിയം സന്ദർശിക്കാൻ അവര് വഴി വരുന്ന ആളുകളുടെ എണ്ണവും കുറവല്ല, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊരു സക്സസ്ഫുൾ ആയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും വരുന്ന സമയങ്ങളിൽ അത് നന്നായിട്ട് തന്നെ വരട്ടെ. അതെ, തീർച്ചയായിട്ടും. താങ്ക് യു.